ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ജീവകാരുണ്യ പ്രവർത്തക പഴയന്നൂർ തങ്കമണി നമ്പലാട്ടിന്റെ ചികിത്സാ ധനസഹായത്തുക MLA യുവ പ്രദീപിന് കൈമാറി. ജീവകാരുണ്യ പ്രവർത്തകയും പ്രവാസിയും റെഡ് സ്റ്റാർ തങ്കമണി നമ്പലാട്ടിന്റെ വക ചികിത്സാ ധനസഹായം രോഗബാധിതർക്ക് MLA UR പ്രദീപ് കൈമാറി. കുമ്പളക്കോട് കാക്കാരക്കുന്ന് ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന സുന്ദരന് 50,000 രൂപയും പുത്തിരിത്തറ കിളിനിക്കടവ് പറക്കോട്ടുപടി രാമൻ എന്ന വ്യക്തിക്ക് 20,000 രൂപയുമാണ് UR പ്രദീപ് MLA രോഗബാധിതരുടെ വീടുകളിൽ എത്തിച്ചേർന്ന ധനസഹായം കൈമാറിയത്. ചടങ്ങിൽ പഴയന്നൂർ CPIM LC സെക്രട്ടറി ശോഭന രാജൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KM അസീസ്, KP ശ്രീജയൻ, LC അംഗങ്ങളായ PS സുലൈമാൻ, K മോഹനൻ, കൃഷ്ണകുമാർ, KT വിജയൻ, വാർഡ് മെമ്പർ ഷക്കീർ, ബ്രാഞ്ച് സെക്രട്ടറി പുഷ്പാകരൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടുകാരിയായ പഴയന്നൂർക്കാരിയായ തങ്കമണി ചേച്ചി അവരുടെ ജോലിയുടെ ഭാഗമായി വിദേശത്താണ് പണിയെടുക്കുന്നത്. ഏറെ പ്രായമായാലും ഈ നാടിനോടുള്ള സ്നേഹവും കടപ്പാടും ഒട്ടും മാറില്ല എന്നൊരു തെളിവാണ്. എല്ലാ വർഷവും അവർ സമ്പാദിച്ച പണത്തിൽ നിന്ന് ഒരു സംഖ്യ മാറ്റിവെച്ച് നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി തയ്യാറായത്. ചികിത്സയ്ക്കും കല്യാണത്തിനും അതുപോലെ തന്നെ പഠനത്തിനും എല്ലാം നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഈ കൊല്ലം അവർ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി, CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയോട് അത് ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങളത് കൊടുക്കണം, ഇതിൻ്റെ ഗുണഭോക്താക്കളെ നിങ്ങൾ കണ്ടെത്തി കൊടുക്കണം എന്ന് ആ മനസാക്ഷിയുള്ള ആ ചേച്ചി CPIMനെ ഏൽപ്പിക്കുമ്പോൾ അത് വളരെ സത്യസന്ധമായി നാട്ടിൽ പരിശോധന നടത്തി ഇതുപോലെ സുഖമില്ലാത്ത ധാരാളം ആളുകൾക്ക് ഇത്തരം ചികിത്സാ സഹായമായ നിലയ്ക്ക് അത് വീതിച്ച് CPIM പഴയന്നൂർ പാർട്ടി ലോക്കൽ കമ്മിറ്റി അത് കൊടുക്കുകയാണ്. ആ കൂട്ടത്തിലാണ് ഇന്നിവിടെ അയ്യപ്പൻ എന്ന് പറഞ്ഞ ടാപ്പിംഗ് തൊഴിലാളിയായ ദീർഘകാലം ടാപ്പിംഗ് തൊഴിൽ നടത്തി ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അത് അർഹതപ്പെട്ട ആണ് എന്ന് തീരുമാനിക്കുകയും അദ്ദേഹം ഒരു ഭാഗം തളർന്നുപോയി ഇപ്പോൾ ഉഴിച്ചിലുമായി വലിയ സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരു ആശ്വാസം കൊടുക്കുന്ന രീതിയിലാണ് തങ്കമണി ചേച്ചി തന്ന പണം CPIM കൂടി ആലോചിച്ച് ഇതുപോലെ അയ്യപ്പൻ്റെ വീട്ടിലേക്കും മറ്റൊരു വ്യക്തിക്കും CPIM അത് കിട്ടിയ പണം വളരെ സുതാര്യമായ രീതിയിൽ അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഇത് ഇന്ന് ചെയ്തതല്ല, കുറേ വർഷങ്ങളായി അവർ പണിയെടുത്ത് നാട്ടിലേക്ക് CPIMനെ ഏൽപ്പിക്കുന്ന ആ പണം വളരെ സത്യസന്ധമായി ഇതുപോലെ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് CPIM. ഏതായാലും അതിന് തയ്യാറായ പ്രിയപ്പെട്ട തങ്കമ്മ ചേച്ചി അവർക്ക് ഇതുപോലെ അവരുടെ പണിയെടുത്ത് കിട്ടുന്ന പണം ഇങ്ങനെ സത്യസന്ധമായി കൊടുക്കാനും യാത്ര മനസ്സ് ഇനി ഉണ്ടാവട്ടെ. അതിന് സത്യസന്ധമായി കൊടുക്കാൻ വേണ്ടി തയ്യാറായ CPIMനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ കുടുംബത്തിലെ അർഹതപ്പെട്ട ആൾ എത്രയും പെട്ടെന്ന് അയ്യപ്പനായാലും രാമൻ അല്ലേ, അവിടെ പുത്തിരിത്തര രാമൻ എന്ന് പറഞ്ഞ വ്യക്തി, അവർക്കെല്ലാം വേഗത്തിൽ ഗുണമാവാൻ കഴിയട്ടെ എന്നുകൂടെ ഈ കൂട്ടത്തിൽ ആശംസിക്കുകയാണ്. CCV ന്യൂസ്, പഴയന്നൂർ.